ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള ലിപ് ബാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. യാതൊരുവിധ കെമിക്കലോ പ്രിസർവേറ്റീവ്സോ അതുപോലെ തന്നെ കളേഴ്സോ ഒന്നും ആഡ് ചെയ്യാത്തതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് വരെ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ലിപ് ബാമാണിത്. അപ്പോൾ ഇതിനായിട്ട് ആദ്യം നമുക്ക് കോക്കനട്ട് ഓയിലാണ് വേണ്ടത്. ഞാനിത് കോക്കനട്ട് ഓയിലിൽ മഞ്ചിഷ്ടയും ബീട്രൂട്ട് പൗഡറും ഇൻഫ്യൂസ് ചെയ്തെടുത്താണ്. ഒരു 7 ദിവസം മഞ്ചിഷ്ട പൗഡറും ബീട്രൂട്ട് പൗഡറും ഇട്ട് വെച്ച കോക്കനട്ട് ഓയിലാണിത്. അപ്പോൾ അത് നമ്മുടെ ലിപ്പിൻ്റെ പിഗ്മെൻറ്റേഷൻ മാറാനും ലിപ്പിന് നല്ല ബ്രൈറ്റ്നസ് കൊണ്ടുവരാനും വളരെ ഹെൽപ്പ് ചെയ്യും ഇത്. അടുത്തത് നമുക്ക് കൊക്കോ ബട്ടറാണ് എടുത്തിരിക്കുന്നത്. കൊക്കോ ബട്ടർ ഒരു 10 ഗ്രാം. കൊക്കോ ബട്ടറിൽ ഒരുപാട് ഫാറ്റി ആസിഡും അതുപോലെ തന്നെ വൈറ്റമിൻ എയും ഇയും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ലിപ്പിന് ഡ്രൈനെസ് മാറ്റാനായിട്ട് വളരെ ഹെൽപ്പ് ചെയ്യും. അടുത്തത് ബീസ് വാക്സ് ആണ്. ബീസ് വാക്സ് നമ്മുടെ ലിപ്പിനെ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യാനും അതുപോലെ തന്നെ ഈ ലിപ് ബാമിൻ്റെ ഒരു സോളിഡ് കൺസിസ്റ്റൻസി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബീസ് വാക്സ് എടുത്തിട്ടുള്ളത്. ഇത് തേനീച്ച മെഴുകിൽ നിന്ന് എടുക്കുന്നതാണ് ഈ ബീസ് വാക്സ്. അടുത്തത് ആൽമണ്ട് ഓയിലാണ്. ഈ ആൽമണ്ട് ഓയിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. അപ്പോൾ അത് ഡ്രൈ ആയിട്ടുള്ള ലിപ്പിനെ നല്ല മോയ്സ്ചറായിട്ട് വയ്ക്കാനും ഒരു സോഫ്റ്റ്നെസ് കൊണ്ടുവരാനും വളരെ നല്ലതാണ്. ഇനി വരുന്നത് കാസ്റ്റർ ഓയിലാണ്. കാസ്റ്റർ ഓയിലിൽ ഒരുപാട് വൈറ്റമിൻസും ഫാറ്റി ആസിഡ്സൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ലിപ്പിന് നല്ല മോയ്സ്ചറൈസിങ് ഫീൽ കൊടുക്കുകയും അതുപോലെ തന്നെ ലിപ്പ് നല്ല ഹൈഡ്രേറ്റ് ആക്കി വയ്ക്കുകയും ചെയ്യും. അടുത്ത് വരുന്നത് വൈറ്റമിൻ ഇ ഓയിലാണ്. വൈറ്റമിൻ ഇ ഓയിലും ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. അപ്പോൾ അത് നമ്മുടെ ഡെഡ് സെല്ല് റിമൂവ് ചെയ്തിട്ട് പുതിയ സെൽസ് ഉണ്ടാവാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് വൈറ്റമിൻ ഇ ഓയിൽ. ഇനി നമുക്ക് വൈറ്റമിൻ ഇ ഒഴിച്ച് ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും ഒരു ഹീറ്റ് സേഫ് കണ്ടെയ്നറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതിൽ ഉപയോഗിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മുടെ ലിപ്പിനെ കെയർ ചെയ്യുകയും പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്യുന്നതാണ്. അതിനോടൊപ്പം തന്നെ UV പ്രൊട്ടക്ഷൻ കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് നമുക്കൊരു 15 മിനിറ്റ് ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ വെക്കണം. അപ്പോൾ ഒന്ന് 15 മിനിറ്റ് നമുക്ക് വെച്ചിട്ട് വരാം. അപ്പോൾ ഇത് ലോ ഹീറ്റിലാണ് കേട്ടോ മെൽറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ വാക്സസും ബട്ടേഴ്സൊക്കെ ഇവിടെ മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വൈറ്റമിൻ ഇ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനൊരു 0.5 ഗ്രാം ആണ് ആഡ് ചെയ്യുന്നത്. എന്നിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ലിപ് ബാമിൻ്റെ കണ്ടെയ്നേഴ്സ് ഉണ്ടെങ്കിൽ അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിൽ യാതൊരുവിധ കളേഴ്സും ഒന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. ഇത് നമ്മുടെ ബീട്രൂട്ടിൻ്റെയും മഞ്ചിഷ്ടയുടെയും കളറാണ്, അതിൻ്റെ എക്സ്ട്രാക്റ്റാണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ സേഫായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ലിപ് ബാമാണിത്. ഇനി നമുക്കിതൊരു 1 അവർ റൂം ടെമ്പറേച്ചറിൽ സെറ്റ് ചെയ്യാനായിട്ട് വയ്ക്കണം. 1 അവർ വെച്ചാൽ മതി, അപ്പോഴേക്കും അത് സെറ്റായിക്കോളും. നമ്മുടെ ലിപ് ബാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ബീട്രൂട്ടും മഞ്ചിഷ്ടയും അതുപോലെ തന്നെ ഷിയ ബട്ടറും ആൽമണ്ട് ഓയിലും കാസ്റ്റർ ഓയിലൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ലിപ്പിന് നല്ലൊരു ഹൈഡ്രേഷനും ഒരു നറിഷ്മെൻറ്റൊക്കെ കൊടുക്കാനായിട്ട് പറ്റിയൊരു അടിപൊളി ലിപ് ബാമാണ്. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക.